ചില വീടുകളിൽ രണ്ട് തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഒന്ന് കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവർ, മറ്റേത് കല്യാണം എന്തിന് റിലേഷൻഷിപ്പിന് കൂടി ഒരു താല്പര്യമില്ലാത്തത്. ഈ രണ്ടാമത്തെ വിഭാഗമായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാനൊരു റിലേഷൻഷിപ്പിലാവുമെന്നോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുമെന്നോ ആർക്കും വലിയ വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 6 വർഷം മുമ്പ്, മെയ്യോ ജൂണോ ആണ്, എൻ്റെ ഫോണിൽ ആ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരു 6 വർഷത്തെ ലോങ് ഡിസ്റ്റൻസ്, അതിൽ തന്നെ 3 വർഷത്തെ മാരീഡ് ലൈഫൊക്കെയാണ് ആ ഒരു സംഭവം വെയിറ്റ് ചെയ്യണേന്ന്. ഈ പ്രവാസികളായ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാർ നാട്ടിലും, ഇത് നാട്ടിലെ സ്ഥിരം ഒരു കാഴ്ചയായിരുന്നല്ലോ. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേരും പ്രവാസികളായതുകൊണ്ട് തന്നെ ഈ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിൽ ഡിഫറെൻറ്റ് ടൈം സോണിൽ ഇരുന്നിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കൈകുത്തിയാലേ ആഴം അറിയൂ എന്ന് പറയുന്ന പോലെ, അത് അനുഭവിക്കുമ്പോഴേ അതെന്താണ് എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടുള്ളൂ. അതുപോലെ തന്നെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേര് ലോങ് ഡിസ്റ്റൻസിലായിരിക്കുമ്പോൾ എത്ര സപ്പോർട്ടീവാണ് അവരുടെ ഫാമിലി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം, ഞാനും മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാറില്ല. ആ ടൈമിൽ ഞാൻ വേണം അങ്ങോട്ടേക്ക് വിളിക്കാൻ. അതാരും പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ആ ടൈമിന് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവർ തന്നെ ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. സോ ലോങ് ഡിസ്റ്റൻസ് ഒരു രണ്ട് പേര് പുൾ ഓഫ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ദോസ് ടു പീപ്പിൾ. Many more beautiful souls and relationships are involved there.